ഹലോ ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്തോ മദേഴ്സ് ഡേ. വണ്ടി കണ്ടാരം ഇന്നത്തെ പ്രത്യേകത എന്താ മദേഴ്സ് ഡേ. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ അമ്മയ്ക്ക് കുറെ നാളുകൊണ്ട് വിചാരിക്കണം ഒരു ബ്രൗൺ കളർ സാരി മേടിക്കണമെന്ന്. അമ്മയ്ക്ക് ഭയങ്കര നല്ലതൊക്കെ ചേരും, അമ്മയ്ക്ക് നല്ലതൊക്കെ ചേരും ബ്രൗൺ കളർ സാരി. അതുകൊണ്ട് ഞാൻ എന്റെ ഇതള് സാരി കടയിൽ ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്, അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാൻ, സർപ്രൈസ് ഗിഫ്റ്റ്. അങ്ങനെ ഞാൻ അവിടുത്തെ ബ്രൗൺ കളർ സാരി മൊത്തം എടുത്തിട്ട് നോക്കി. പക്ഷെ എന്നാലും അന്ന് എൻ്റെ കുഞ്ഞം ഒരു സാരി മേടിച്ചായിരുന്നു. ആ കളറാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ മോഡൽ ടൈപ്പ് സാരി മൊത്തത്തിൽ നോക്കിയപ്പോൾ കുഞ്ഞമ്മയുടെ സാരി പിന്നെ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് അങ്ങനെ ഒരു മാച്ചിങ് വരുന്ന വേറൊരു സാരി മേടിച്ചു. എൻ്റെ അമ്മയ്ക്ക് അത് എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ നീലൊക്കെ എടുത്ത് നോക്കി, പക്ഷെ നീല അമ്മയ്ക്ക് ചേരൂല, അമ്മ കുറച്ച് ഡാർക്ക്, അതുകൊണ്ട് അമ്മയ്ക്ക് ചേർത്തില്ല. അങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിൽ വന്ന് എന്തൊരാണ് അത്. ഞാൻ നോണേ പറഞ്ഞാൽ പോയത് ഇപ്പം 10 മണിയാകുമ്പോൾ ഇറങ്ങി, നോണേ പറഞ്ഞ് ഇറങ്ങിയതാ. കലിപ്പാണ് അമ്മ, ഓൾറെഡി കലിപ്പിലാണ്. ഇത് കൊടുത്തു നോക്കാം. അമ്മ ഇങ്ങോട്ട് വന്നാണ്, ഇവിടെ എന്ത് ചിരിക്കുന്ന വെട്ടത്തോട്ടൊന്നില്ലേ? നോക്ക്, ഒട്ടിച്ച് നോക്ക് കള്ളി. എൻ്റെ കള്ളിപ്പെണ്ണിൻ്റെ ചിരി കണ്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുന്ന ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഇഷ്ടമാണ്. പക്ഷെ പണ്ടൊന്നും ആരും മേടിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ട്, നമുക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചും കൊടുത്തില്ല, അമ്മയ്ക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ആയതിനു ശേഷം എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ചില്ലറ ഗിഫ്റ്റുകളൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ മേടിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുന്നേ നമ്മളെക്കാട്ടി മുന്നേ ചോദിക്കും എനിക്കൊന്നും മേടിച്ച് തരണില്ലേന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ചേച്ചി എൻ്റെ അനിയത്തിയും കൂടെ 3 പെറ്റി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതായി എൻ്റെ സുന്ദരി. എൻ്റെ അമ്മച്ചിക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ്. ഹാപ്പി മദേഴ്സ് ഡേ.